ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അത്യാവശ്യം നല്ലൊരു പ്രൊമോയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രൊമോയിൽ സംഭവിച്ചിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അമ്പാടി വന്ന് ഹെവി സീനുണ്ടാക്കിയപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നി. അമ്പാടി അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന്. നമുക്കറിയാം അഞ്ജലിക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്, അർജുനുമുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവവികാസങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അഞ്ജലിക്ക് ആ പന്മ കേസിലുള്ള ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്പാടി നടത്തിയ ഒരു ചെറിയൊരു നമ്പറാണോ എന്ന് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി. അങ്ങനെ അമ്പാടി വന്ന് പറയുന്നുണ്ട്, വക്കാലത്ത് ഒഴിഞ്ഞേ പറ്റത്തുള്ളൂ, വക്കാലത്ത് ഒഴിയണം. അഞ്ജലിയിലെ ലെറ്റർ പാടിയിൽ വക്കാലത്ത് ഒഴിഞ്ഞു എന്ന് എഴുതി ഒപ്പിട്ട് തരണം, എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ പാവങ്ങളെ സഹായിക്കുന്ന വേറെ ഏതെങ്കിലും വക്കീലന്മാരുണ്ടോ എന്ന്. അങ്ങനെ അമ്പാടിയുടെ ഒരു ചെറിയൊരു നമ്പറായിരുന്നു അത് എന്നാണ് എനിക്ക് തോന്നിയത്. എന്താണെങ്കിലും കാര്യം ഏറ്റിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കഴിഞ്ഞതോടു കൂടിയിട്ട് അഞ്ജലിക്ക് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. താൻ പന്മ കേസിൽ നിന്ന് ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു എന്നൊരു സത്യം അഞ്ജലിക്ക് മനസ്സിലായിരിക്കുകയാണ്. കാരണം അഞ്ജലി മനസ്സിലാക്കുന്നു, പന്മ കേസിൻ്റെ ഫയല് പോലും അഞ്ജലിയുടെ കയ്യിൽ ഇപ്പോഴില്ല. ആ ഒരു സത്യം അമ്പാടി പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടലോടെയാണ് അഞ്ജലി അത് ഓർത്തത് കേട്ടോ. അപ്പം എന്താണെങ്കിലും അമ്പാടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്ന് കലിപ്പടിച്ചത് നന്നായി. എന്താണെങ്കിലും അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ അഞ്ജലി ശംഖചക്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ആ പുറത്തേക്ക് പോയത് എന്തിനാണ് എന്ന് ഞാനൊന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ അത് ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ വളരെ വ്യക്തമായി. ആ ഒരു സംഭവം വേറൊന്നുമല്ല, അഞ്ജലി പന്മ കേസിൻ്റെ ഫയലും കാര്യങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് കണ്ടത്. അങ്ങനെ അഞ്ജലി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് നന്ദിനി ഇന്ദുവും വന്നിട്ട് ചില കളികളൊക്കെ നടത്തുന്നത്. അവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നമുക്കറിയാലോ. അത് മാത്രമല്ല, രാഘവൻ തമ്പുരാൻ ഉത്തരവിട്ടിട്ടുണ്ട്, അഞ്ജലിയെ വീടിന് പുറത്തേക്ക് വിടരുത്, അവളെ എപ്പോഴും അടുക്കളയിൽ തന്നെ ഇടണം, അവൾ ശംഖചക്രത്തിലെ വേലക്കാരിയാണ്. ഇങ്ങനെ ചില ചട്ടങ്ങളും അവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ദുവും നന്ദിനിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ അഞ്ജലിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നീ കുറ്റിയും പറിച്ച് എങ്ങോട്ടാണ് അഞ്ജലി? അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഞാനൊരു കുറ്റിയും പറിച്ചിട്ടില്ല, കുറ്റി പറിക്കാൻ ഞാൻ ആടും പശുവൊന്നുമല്ല. അങ്ങനെ അവർ തമ്മിൽ ചില വാക്പോരുകൾ ഉണ്ടാവുകയാണ്. അപ്പം ഒരു രീതിയിലും നമ്മുടെ അഞ്ജലിക്കുട്ടി വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മാഡം, നന്ദിനി മാഡം എന്ത് വിചാരിച്ചു? ഞാനിവിടെ അടുക്കളപ്പണിയും ചെയ്തിട്ട് ഇവിടെ ജീവിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഞാനൊരു അഡ്വക്കേറ്റാണ്, വെൽ ഗ്രൗണ്ട് വുമനാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മടക്കി വെച്ചേരെ. അങ്ങനെ വലിയ സീനുണ്ടാവുകയാണ്. അഞ്ജലി അതും പറഞ്ഞ് വീണ്ടും തിരിച്ച് നടക്കുമ്പോഴാണ് നന്ദിനി വട്ടം കയറി പിടിക്കുകയും അങ്ങനെ ഹെവി സീൻ നടക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചത് വേറെ എന്തെങ്കിലും സംഭവമായിട്ട് കോടതിയിലേക്ക് പോകുന്നതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ. പക്ഷേ നമ്മുടെ അമ്പാടി വന്ന് പറഞ്ഞതിന് ബലമുണ്ടായിരിക്കുകയാണ്. നമ്മുടെ അഞ്ജലിക്കുട്ടി പോയിരിക്കുന്നത് അഞ്ജലിക്കുട്ടിയുടെ വീട്ടിലേക്കാണ്. അത് നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അമ്പാടി, ഞാൻ വീണ്ടും പറയുകയാണ്, അമ്പാടി സംഭവം നൈസൊരു കളി കളിച്ചതുകൊണ്ട് അതിനൊരു ബലം ഉണ്ടായി. അങ്ങനെ നമ്മൾ പ്രൊമോയിൽ കാണുന്നത് അമ്പാടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ പത്മക്കുട്ടിയോട്, നമ്മുടെ പപ്പിക്കുട്ടിയോട് പറയാണ്, ഈ കേസ് വാദിക്കുന്നത് അഞ്ജലി തന്നെയാണ്, അഡ്വക്കേറ്റ് അഞ്ജലി തന്നെ, അല്ലാതെ വേറെ ആരുമല്ല. അങ്ങനെ പത്മയോട് നമ്മുടെ അമ്പാടി പറയുമായിരിക്കും, എടി ഞാൻ നൈസ് ഒരു നമ്പർ ഇറക്കി. അങ്ങനെ അവിടെ പോയി ശംഖചക്രത്തിൽ പോയി താൻ ചെയ്ത കാര്യങ്ങളൊക്കെ അമ്പാടി പത്മയോട് പറയും കേട്ടോ. അപ്പോൾ പത്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പത്മയും ഞെട്ടിപ്പോകും. പത്മ ആ ഒരു സമയത്ത് ആലോചിക്കുന്നത് തനിക്ക് വേണ്ടി എന്തൊക്കെയാണ് അമ്പാടി ചെയ്യുന്നത് എന്നാണ് കേട്ടോ. അങ്ങനെ അമ്പാടിയും പത്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിന് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നാളെ പ്രൊമോയിൽ ആദ്യം നമ്മളെ കാട്ടിയത്. ഇതിന് ശേഷമാണ് നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ കൂടി നടക്കുന്നത്. അഞ്ജലി വീട്ടിലെത്തും. ഈ ഒരു സമയത്ത് വളരെ കുഞ്ഞപ്പനും നമ്മുടെ മധുവും നമ്മുടെ ശ്യാമളയും എല്ലാവരും അവിടെ ഉണ്ട്. വളരെ സന്തോഷം. അഞ്ജലി വരുന്ന കാണുമ്പോൾ തന്നെ എല്ലാവരും തുള്ളിച്ചാടുകയാണ് കേട്ടോ. നമ്മുടെ അഞ്ജലി എത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തുള്ളിച്ചാടുകയാണ്. പക്ഷേ കലിപ്പ് മൂഡിലാണ് കേട്ടോ ശിവരാമൻ ചേട്ടനുള്ളത്. ശ്യാമളയാണ് ചങ്ക് പെടയും നമ്മുടെ അഞ്ജലിക്കുട്ടിയെ കാണുമ്പോൾ. അമ്മായിയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കും അവരുടെ ഒരു ക്യാരക്ടർന്ന്. അങ്ങനെ അഞ്ജലി അവിടെ വരും.
അഞ്ജലിയുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അതായത് ശിവരാമൻ ചേട്ടൻ തന്നെ സ്വീകരിക്കും, അച്ഛൻ തന്നെ സ്വീകരിക്കും എന്നൊക്കെ ഒരു വിചാരത്തോട് കൂടിയിട്ടാണ് അഞ്ജലി വരുന്നത്. അപ്പോൾ ആദ്യം അഞ്ജലി ഇങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ അച്ഛനെ നോക്കും. അതിനുശേഷം വീട്ടിനകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങുന്ന സമയത്താണ് കളികൾ മാറുന്നത്. ആ ഒരു സമയത്ത് എവിടേക്കാണ് നിക്കടി എന്ന് പറഞ്ഞ് കലിപ്പടിക്കുന്ന ശിവരാമൻ നമുക്ക് കാണാം. പക്ഷെ അതൊക്കെ വേറെ നമ്പറാണ് കേട്ടോ. അപ്പോൾ പുള്ളി ആദ്യത്തെ ഒരു ബലം പിടുത്തം പുള്ളിക്ക് ഉണ്ടാവുമല്ലോ. കാരണം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, അഞ്ജലിയുമായി, അഡ്വക്കേറ്റ് അഞ്ജലിയുമായി ഇനിയൊരു ബന്ധമില്ല, ആ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെയൊക്കെ പുള്ളി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പെട്ടെന്ന് ഇങ്ങോട്ട് അടിയറവ് പറയാനായിട്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് താന്നു കൊടുക്കാൻ ആ ഒരു ഈഗോ സമ്മതിക്കത്തില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് പുള്ളി നൈസായിട്ട് ഒരു പിടിച്ച് നോക്കും. നീ ഇവിടെ കയറണ്ട, എനിക്ക് നിന്നെ കാണണ്ട, നിനക്കും ഈ വീടുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, നീ ഞങ്ങളുടെ മകളല്ല, എൻ്റെ 2 മക്കളും ഇല്ല, അവരിവിടുന്ന് പോയി, അവരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ആ 2 മക്കളും മരിച്ചുപോയി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചില നമ്പറുകളും പൊടിക്കൈകളൊക്കെ ശിവരാമൻ ചേട്ടൻ അഞ്ജലിയോട് ഇടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഏൽക്കില്ല. അവസാനം എൻ്റെ പൊന്നച്ച എന്തിനാ ഇങ്ങനെ നമ്പർ ഇറക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അഞ്ജലി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പാവത്തിന് മനസ്സലിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ആ പഴയൊരു സ്നേഹം ഉണ്ടാകുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ആർക്കായിരിക്കും? അത് അമ്മായിക്ക് തന്നെ. അങ്ങനെയാണ് നമ്മൾ വീക്കിൻ്റെ പ്രൊമോയിൽ കണ്ടൊരു സംഭവം. വിളിച്ച് ഈ അനുപമയോട് വിളിച്ച് ഇന്ദിരമ്മായി കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. നീ അവിടെ ഇരുന്നോ, നിൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി പോവുകയാണെന്നൊക്കെ പറയുന്നൊരു സീന് നമ്മൾ ഓൾറെഡി വീക്കിൻ്റെ പ്രൊമോയിൽ കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴാണ് ഇന്ദിരമ്മ ഈ ഒരു കാര്യം വിളിച്ച് അനുപമയോട് പറയുന്നത് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താണെങ്കിലും പത്മ കേസ് വീണ്ടും ലൈവ് ആകാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികൾ പലവട്ടം ഈ പത്മ കേസിൽ അഞ്ജലി തേടിയെത്തിയിട്ടുണ്ട്. ഇത് സ്ഥിരം കാഴ്ച തന്നെയാണ്. എന്താണെങ്കിലും വീണ്ടും പത്മ കേസ് ലൈവ് ആകാൻ പോവുകയാണ്. നമ്മുടെ അഞ്ജലിക്കുട്ടിയും രാഘവനും തമ്മിൽ കോടതി മുറിയിൽ ഏറ്റുമുട്ടാനായിട്ട് പോവുകയാണ്. ഇതിൽ ഞാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ആ പത്മ കേസിൽ എന്ത് സംഭവിച്ചാലും, ജീവൻ പോയാലും അഞ്ജലി പോരാടുക തന്നെ ചെയ്യും. അത് ശംഖചക്രമാണെങ്കിലും എവിടെയാണെങ്കിലും അഞ്ജലി ആ ഒരു കേസ് ബാധിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോടതി മുറിയിൽ ഈ രാഘവനെതിരെ നമ്മുടെ അർജുൻ വക്കീൽ കുപ്പായം അണിഞ്ഞു വരണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നല്ല രീതിയിൽ മാനസികമായിട്ട് രാഘവൻ തളർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നീട് ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഒരു പക്ഷേ വക്കീൽ കുപ്പായം വീണ്ടും നമ്മുടെ അർജുൻ അണിയുമെന്നാണ് കേട്ടോ. അങ്ങനെയൊരു സംഭവം നടക്കുകയാണെങ്കിൽ ഇതൊരു വലിയൊരു ട്വിസ്റ്റായി മാറും. രാഘവന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി അത് മാറും കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.